നമസ്കാരം. ക്രൈസ്തവരെ സംബന്ധിച്ചോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഴ്ചകളിലൊന്നാണ് വലിയ ആഴ്ച. ഓശാന ഞായറോടെ വലിയ വിശുദ്ധ വാരത്തിലേക്ക് ക്രൈസ്തവർ കടക്കുകയും തുടർന്ന് പെസഹവ്യാഴം, ദുഃഖവെള്ളി, ശനിയാഴ്ച, ഞായറാഴ്ച ഉയർപ്പ്, ഇത്തരമുള്ള വലിയ വിശ്വാസത്യങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രഘോഷിച്ച് പോകുന്ന ഒരു കാലമാണ് വലിയ ആഴ്ച. എന്തായാലും ഈ വലിയ ആഴ്ചയിലേക്ക് ക്രൈസ്തവർ കടക്കുമ്പോൾ കോതമംഗലം രൂപതയിലെ ഇടുക്കിയിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് വനം വകുപ്പ് നൽകിയ സമ്മാനമാണ് തൊമ്മൻകുത്തിലെ കുരിശ് പിഴുത് എറിയൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം കോതമംഗലം രൂപതയിലെ തൊമ്മൻകുത്ത് സെൻറ് തോമസ് പള്ളിയുടെ സ്വന്തം സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന കുരിശ് പിഴുതെറിയാനായിരുന്നു വനം വകുപ്പ് കഴിഞ്ഞ ശനിയാഴ്ച രംഗത്ത് വന്നത്. ഏതാണ്ട് കള്ളന്മാരെ പോലെ ആരോടും ഒന്നും പറയാതെ ദുഃഖവെള്ളിയാഴ്ച തൊമ്മൻകുത്ത് ഇടവകയിലെ വിശ്വാസികൾ തങ്ങളുടെ കുരിശിൻ്റെ വഴി നടത്താനായിട്ട് തീരുമാനിച്ച് നേരത്തെ തന്നെ ആ പള്ളിയുടെ സ്വന്തം സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന കുരിശ് തകർത്ത് എറിയാനായിരുന്നു അവിടുത്തെ വണ്ണപ്പുറത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നേതൃത്വമുള്ള ഒരു സംഘം എത്തിയത്. വലിയ കാര്യങ്ങളോടെ, അതായത് വലിയ സന്നാഹത്തോടു കൂടിയായിരുന്നു അവർ ആ കുരിശൊക്കെ അവിടെ നിന്ന് പിഴുത് എറിഞ്ഞ് മാറ്റിയത്. ആ കുരിശ് അവിടെ വെച്ച് തന്നെ നശിപ്പിക്കാനുള്ളായിരുന്നു ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. എന്തായാലും വലിയ തരത്തിലുള്ള വിശ്വാസികൾ ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം, അന്ന് ശനിയാഴ്ച തന്നെ വലിയ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. പിറ്റേ ദിവസം ഓശാന ഞായറാണ്. ഓശാന ഞായറാഴ്ച തിരുക്കർമ്മങ്ങളൊക്കെ നടത്തേണ്ടതാണ്. എന്നിട്ടും വൈദികരും വിശ്വാസികളും എല്ലാം തന്നെ രംഗത്തെത്തി ഈ വനം വകുപ്പിൻ്റെ നീക്കങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു. വലിയ വേദനയാണ് ഒരുപക്ഷെ ആ ഒരു കുരിശ് പിഴുതു മാറ്റി നശിപ്പിക്കുന്ന, വിശ്വാസത്തിൻ്റെ പ്രതീകമായ ആ കുരിശ് നശിപ്പിക്കുന്ന ആ രീതി, അവിടുന്ന് കൊണ്ടുപോകുന്ന രീതിയൊക്കെ ഒരുപക്ഷെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും കയ്യേറ്റ ഭൂമിയിലൊക്കെ കൊണ്ടുവന്ന് കുരിശ് സ്ഥാപിച്ചു. അത്തരം കുരിശ് സ്ഥാപിച്ചതിനെ ഒന്നും നമ്മൾ ന്യായീകരിക്കാൻ തയ്യാറല്ല. അതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് എല്ലാ വിശ്വാസികൾക്കും ഉള്ളത്. പക്ഷേ പള്ളി സ്വന്തം ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുരിശ് പിഴുതെടുക്കാൻ കാണിച്ച വനം വകുപ്പിൻ്റെ ആ നടപടിയെ അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇന്നിപ്പോൾ മടത്തിൽ കണ്ടത്തി പിതാവ്, കോതമംഗലം രൂപതയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഈ തൊമ്മൻകുത്ത് സന്ദർശിച്ചിരുന്നു. തൊമ്മൻകുത്തിലെത്തി അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ശ്രദ്ധേയമാണ്. കേരളത്തിൽ നടക്കുന്നത് ഫോറസ്റ്റ് രാജാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സത്യത്തിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളിലെ പ്രവർത്തനം കണ്ടാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനുമൊക്കെ വനം വകുപ്പിനെ പേടിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കോതമംഗലം രൂപയുടെ കീഴിൽ തന്നെയുള്ള പല പ്രദേശങ്ങളിലും കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷനെതിരെ വനം വകുപ്പ് കേസെടുത്ത കാര്യം, ഒരുപക്ഷെ ഇതിനൊരു പ്രതികാര നടപടിയിലേക്കാണോ വനം വകുപ്പ് പോകുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് ഒരു നീചമായ നിലപാടിലേക്കാണ് ഇപ്പോൾ ഈ ഒരു തൊമ്മൻകുത്തിലെ സംഭവത്തിലൂടെ വനം വകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2014, ഏതാണ്ട് കഴിഞ്ഞ 60 വർഷത്തോളമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭൂമി, ആ ഭൂമിയിലാണ് കഴിഞ്ഞ 2024 ഒക്ടോബറിലാണ് ആ തൊമ്മൻകുത്ത് സെൻറ് തോമസ് പള്ളിക്ക് ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം കൈമാറ്റം ചെയ്യുന്നത്. കൈവശാവകാശമുള്ള ഭൂമിയാണ്. നമുക്കറിയാം ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമുള്ള സ്ഥലങ്ങളുണ്ട്. വനാതിർത്തിയുമായി പങ്കിടുന്ന പല സ്ഥലങ്ങളിലും ഇത്തരമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 10-60 വർഷത്തോളമായി കൈവശം വെച്ച് അനുഭവിച്ചിരിക്കുന്ന ഭൂമി പള്ളി പണം നൽകി വാങ്ങിയ ശേഷം അവിടെ സ്ഥാപിച്ച കുരിശാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് നശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കടുത്ത പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. നമ്മളെല്ലാവരും വടക്കേന്ത്യയിലേക്ക് നോക്കി അവിടെ ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. ഡൽഹിയിലെ സംഭവങ്ങളെ ഒന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല, നമ്മൾ ന്യായീകരിക്കാൻ തയ്യാറുമല്ല. അതുപോലെ തന്നെ ഡൽഹിയിലെ പോലെ തന്നെ നമുക്ക് പ്രതിഷേധിക്കേണ്ട കാര്യമല്ലേ തൊമ്മൻകുത്തിലെ കുരിശ് നശിപ്പിച്ചതും? കാരണം പള്ളിയുടെ സ്വന്തം സ്ഥലത്തുണ്ടായിരുന്ന കുരിശാണ് ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന് വനം വകുപ്പ് മറുപടി പറഞ്ഞേ തീരൂ. വനം വകുപ്പിനൊരു മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും മന്ത്രി അറിയാതെ ഇത്തരം ഒരു നടപടി ഉണ്ടാവില്ല. സ്വാഭാവികമായി ഒരു കുരിശ് മാറ്റാൻ ഇത്രയധികം തിടുക്കം കാണിച്ച്, ഏതായാലും ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാഴ്ച വേണമെങ്കിൽ, ഇനി വനം വകുപ്പ് പറയുന്നത് പോലെ ഒക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഏതായാലും ആ വനത്തിലേക്ക് കയറി അല്ലെ ഈ പ്രദേശത്തേക്ക് കയറി നശിപ്പിക്കാനൊന്നും ഒരു വിശ്വാസിയും പോവില്ല. അവിടെ അവർ പ്രാർത്ഥനയായി പോകാൻ സ്ഥാപിച്ചിരുന്ന കുരിശാണത്. ആ കുരിശ് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഒരു നോട്ടീസ് നൽകി, അതുമല്ലെങ്കിൽ പോകട്ടെ, ഇത്രയൊക്കെ മായ സ്ഥിതിക്ക് ഈ കുരിശിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണമെന്നും, ഈ കുരിശ് സ്ഥാപിച്ചപ്പോൾ എവിടെയായിരുന്നു വനം വകുപ്പ്? കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. കുരിശ് കാണുമ്പോൾ ഇനി ഹാലിളകുന്ന ഏതെങ്കിലും ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനുണ്ടോ ഈ നാട്ടിൽ? ഇത്തരമുള്ള പ്രവർത്തികളൊക്കെ കാണുമ്പോൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ.
കൃത്യമായ രീതിയിൽ ഇടപെട്ട് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. കൃത്യമായി കുരിശ് തിരികെ സ്ഥാപിക്കാനും അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാനും തയ്യാറാവണം. നേരത്തെ കോതമംഗലം രൂപതയുടെ അധ്യക്ഷൻ പറഞ്ഞിരുന്നു, വലിയ ആഴ്ച ആയതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഇറക്കിയുള്ള പ്രതിഷേധത്തിന് തയ്യാറല്ലെന്നും. ആ ഒരു മാന്യത ബിഷപ്പ് കാണിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ വനം വകുപ്പും സർക്കാരും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം, കൃത്യമായ നടപടികൾ ഉണ്ടാവണം. വിശ്വാസികളുടെ വികാരത്തെ മാനിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം.